ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇഫ്രുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ജൂൺ 11. അപ്പോൾ ഇന്ന് ഇഫ്രുവിൻ്റെ ബർത്ത്ഡേ ആണ്, 2 വയസ്സാവും. അപ്പോൾ എന്ത് പെട്ടെന്നാണ് വർഷങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്. 1 വയസ്സിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ഇന്നലെ ആഘോഷിച്ച പോലെയൊക്കെ തോന്നുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഓർത്ത് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. ബിരിയാണി റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സക്സസ് ആവുമോ ഫ്ലോപ്പ് ആവുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി കാണിക്കാൻ. ബിരിയാണി സക്സസ് ആയിരുന്നോ എന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ ഞാൻ മസാലയൊക്കെ അടിപൊളിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്തൊരു ഈസി ആയിട്ടൊരു ബീഫ് ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഇഫ്രു നല്ല ഉറക്കമാണ്. ഞാൻ നേരത്തെ തന്നെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ഒരു 10-11 മണിയായപ്പോൾ എൻ്റെ ബിരിയാണിയൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു ബ്രദർ വരികയാണ്. അപ്പോൾ അവൻ നാട്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് വിളിക്കാൻ പോകാനായിട്ട്, എൻ്റെ മൂത്താപ്പൻ്റെ മോനാണ്. അപ്പോൾ അവനെ വിളിക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് നേരത്തെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ 10:30ക്കാണ് ഫ്ലൈറ്റ്. ഞാൻ ഇതുവരെ ബിരിയാണി ഉണ്ടാക്കി തീർന്നിട്ടില്ലായിരുന്നു. പിന്നെ വാപ്പിച്ചി അങ്ങനെ പോയി വിളിക്കാൻ പോയി. അപ്പോൾ അതുകൊണ്ടുകൂടെ രാവിലെ എണീറ്റാണ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. ബിരിയാണിയുടെ മസാലയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ചോറ് ഇങ്ങനെ വേവിക്കാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ അതുകൂടെ ആയിക്കഴിഞ്ഞിട്ട് വേണം ദം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതേ എൻ്റെ ചോറൊക്കെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബീഫ് ബിരിയാണി, ഇതിപ്പോൾ ഞാൻ ബിരിയാണിയുടെ പീസസിലല്ല ബീഫ് കട്ട് ചെയ്തേക്കുന്നത്. ഇത് സത്യത്തിൽ ഞാൻ കറി വെക്കാനോ ഫ്രൈ ആക്കാൻ മേടിച്ച ബീഫാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇഫ്രുവിൻ്റെ ബർത്ത്ഡേ ആയപ്പം അങ്ങനെ എടുത്തങ്ങ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ചെറിയ ബീഫ് ആണെങ്കിലും എനിക്ക് ചെറുതായിട്ട് ബിരിയാണിയിൽ കിടക്കുന്നതാണേലും എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് ഇടുന്ന ബിരിയാണിയിൽ മീൻസ് കഴിക്കുമ്പോഴത്തേക്ക് വലിയ പീസാണേലും എന്താണേലും കുഴപ്പമില്ല. ബിരിയാണി എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എങ്ങനെ ഇത് എത്ര ദിവസം വെച്ചിട്ടാണെങ്കിലും നമ്മൾ പെരുന്നാൾക്കൊക്കെ ബിരിയാണി വെക്കുമ്പോൾ 2-3 ദിവസമൊക്കെ ബിരിയാണി ഉണ്ടാവും. അപ്പോഴത്തേക്ക് നമ്മൾ ഞാൻ കഴിക്കും. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും ബിരിയാണിയുടെ ടേസ്റ്റ് കൂടും ഉള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ അങ്ങനെ ബിരിയാണി ദം ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തൊരു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റത്തേക്ക് ബിരിയാണി ഞാൻ ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യമൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് വൻ ഫ്ലോപ്പായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വേണം ഇഫ്രുവിനെ പോയി ഉണർത്താനായിട്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുണ്ട്. ഇഫ്രുവിനെ ഇനി ഞാൻ വിളിക്കാൻ പോട്ടെ. ഇപ്പോൾ ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഇഫ്രു ഇതുവരെ എണീറ്റിട്ടില്ല. മറ്റേ 9:30 ആകുമ്പോൾ എണീക്കുന്ന ആളാണ്. ഇതിൽ മാക്സിമം പോയാൽ 10 മണി. ഇതിപ്പം നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ കിടന്നപ്പോഴും ലേറ്റ് ആയിരുന്നു. ഒരു 12 മണിക്ക് ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇഫ്രുവിനെ ഞാൻ കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നു. പക്ഷെ ഒരാൾ സെറ്റിയിൽ വന്നപ്പോൾ അവിടെ അങ്ങ് കിടന്നു. നല്ല ഉറക്കം, വിളിച്ചിട്ട് എണീക്കുന്നില്ല. ഭയങ്കര ക്ഷീണം ആൾക്ക്. ലേറ്റായിട്ട് കിടന്നതുകൊണ്ടായിരിക്കും. ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പോൾ രാവിലെ തന്നെ ഒന്ന് കുളിപ്പിച്ചൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇപ്പോൾ ഒരാളാണെങ്കിൽ ഉറക്കം കഴിഞ്ഞിട്ടില്ല. ആളുടെ അത്രയും ക്ഷീണത്തിൽ കിടക്കുകയാണ്. ഇനിയിപ്പോൾ എണീറ്റിട്ട് ബാക്കി ഫുഡ് കൊടുക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം. ഉറക്കമൊക്കെ കഴിഞ്ഞല്ലേ? ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് ഇനി കുളിക്കണ്ടേ? ഫസ്റ്റ് ഞങ്ങൾ മിഠായി എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു ഹായ് പറഞ്ഞേ, ടാറ്റ കൊടുത്തേ. ഞങ്ങൾ കുളിക്കാൻ പോവാനല്ലേ? കുളിപ്പിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇന്ന് എണ്ണീറ്റപ്പം തന്നെ ഇഫ്രു വലിയ സന്തോഷത്തിലൊന്നല്ല എണ്ണീറ്റത്. പിന്നെ കുറച്ച് നേരം വലിയ കുഴപ്പം കാണത്തില്ല. ഇതിപ്പം പിന്നെയും ബഹളം തുടങ്ങി. ആകെപ്പാട് ഇന്ന് ഇഫ്രുവിനൊരു മൂഡ് ഓഫാണ് ഫുള്ള്. ഈ വാശിയും ബഹളവും കരച്ചിലും അതെന്താണെന്ന് എനിക്കറിയില്ല. ബർത്ത്ഡേ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമോ? കുറച്ച് നേരത്തേക്ക് കരച്ചിലും ബഹളം വാശിയായിരിക്കും. കുറച്ച് നേരം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ആണെങ്കിൽ ഇഫ്രുവിൻ്റെ ചുമ്മാ ഒരു ഫോട്ടോഷൂട്ട് പോലെ ടെഡി ബിയറിനെയൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് കരുതിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാളാണെങ്കിൽ ഫുൾ അലമ്പും അതിൻ്റെ ഇടയ്ക്ക് കരച്ചിലും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോൺ കളിക്കാൻ കൊടുക്കണം. ആ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ആ ഫോൺ ഞാൻ ഇഫ്രുവിന് റീൽസും ഷോർട്സൊക്കെ കാണാനായിട്ട് കൊടുക്കണം. അപ്പോൾ അതിനും ബഹളമായിരുന്നു.
അങ്ങനെ അതേ ഒരു വിധത്തിലൊക്കെ ഞാനിങ്ങനെ മയപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്, ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് വേണം ഇഫ്രൂന് ബർത്ത്ഡേ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ കൊടുക്കാൻ. ഇപ്പോൾ ഒരു ഉച്ച ടൈമായിട്ടോ. അപ്പോൾ ഞാൻ ഇഫ്രൂന് അങ്ങനെ ഫുഡ് എടുത്തു. ഇഫ്രൂന് ഈ ഒരു സുലൈഖ മൻസിലിൽ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ സുലൈഖ മൻസിലിലെ മിക്ക പാട്ട് ഇഫ്രൂന് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാട്ട് കണ്ട ഇഫ്രൂ ഡാൻസ് കളിക്കലും ബഹളമൊക്കെ ആയിരിക്കും. അത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളും. ഇതിലെങ്കിലും ഒക്കെ മുഴുകിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ചോറ് വായിൽ വെച്ച് കൊടുക്കുന്നത്. ഇല്ലേ കുറച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇഫ്രൂന് പിന്നെ ബഹളവും പിന്നെ കഴിക്കത്തില്ല, പിന്നെ എത്ര വന്നാലും വാ തുറക്കത്തില്ല. പിന്നെ ഇപ്പോഴത്തെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളതാണ്, വായിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വായിൽ വെച്ചുകൊണ്ടിരിക്കും, ഇറക്കത്തുമില്ല തുപ്പത്തുമില്ല, അങ്ങനെ ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ സത്യത്തിൽ ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി. എല്ലാവർക്കും അത് അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ ഇച്ചാക്കാട് അങ്ങോട്ട് പോകണം, എൻ്റെ ബ്രദറിൻ്റെ അങ്ങോട്ട്. അപ്പോൾ അവർ ഇടയ്ക്ക് വന്നിരുന്നു ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ബിസി ആയിപ്പോയി. അപ്പോൾ അവർ വന്നിരുന്നു, അങ്ങനെ അവർ എന്നിട്ട് പോയതാണ്. അപ്പോൾ ഈവനിങ് ഓഫീസിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങളെ അവിടെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും കൂടി അങ്ങനെ പോവുകയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റേഡിയത്തിൽ ഇന്ന് മാച്ചുണ്ട്, ഫുട്ബോൾ മാച്ചുണ്ട്. അതുകൊണ്ട് ഈവനിങ് തൊട്ട് തന്നെ ഇങ്ങനെ ഫുൾ കാറും ഒക്കെ ആയിട്ട് അത്യാവശ്യം എനിക്കൊന്ന് നല്ല തിരക്കുള്ള ടൈമായിരിക്കും. ഈ മാച്ച് ഉള്ള സമയത്ത് മിക്കപ്പോഴും ഫുള്ളായിരിക്കും, പാർക്കിങ്ങും ആൾക്കാരും ഒക്കെ ഉണ്ടാവും നിറച്ച്. അപ്പോൾ ഇന്ന് എന്തായാലും അവിടെ മാച്ച് ഉണ്ട്. പിന്നെന്താ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു, ഈ വെയിലത്തൊക്കെ ഈ ഉച്ചയ്ക്കൊക്കെ എങ്ങനെയാണ്, അത്രയും ചൂടാണ്. ഉച്ചയ്ക്ക് നല്ല വൈകിട്ടാകുമ്പോഴത്തേക്കും ഹ്യൂമിഡിറ്റി വരും, ഉച്ചയ്ക്കാണെങ്കിൽ ചൂടും നല്ല ചൂടും. എങ്ങനെയാണ് ഈ ഫുട്ബോൾ മാച്ചൊക്കെ വെക്കുക കളിക്കുക എന്നൊക്കെയാണ് ഇങ്ങനെ ഞാനൊക്കെ സംസാരിച്ചുകൊണ്ട് പോയത്. അപ്പോൾ എന്നെ അവിടെ ആക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും വാപ്ചിയും ചപ്പായും പിന്നെ ഇഫ്രു പിന്നെ ഇച്ചാക്ക ഉണ്ടായിരുന്നു. ഇച്ചാക്ക അപ്പോൾ അവിടെ ഇറങ്ങി ഇച്ചാടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കമ്പനിയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇച്ചാക്കക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വാപ്ചി ഇഫ്രുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് മിഠായിയൊക്കെ മേടിക്കാമെന്ന് കരുതി ലുലുവിലേക്ക് പോവാണ്. ഇഫ്രു ഗ്ലാസ്സൊക്കെ വെച്ചിരിപ്പുണ്ട്. ഇഫ്രൂന് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഫ്രൂന് ഈ ഗ്ലാസ് വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇച്ചാക്ക അവിടെ ചായ കുടിക്കാനായിട്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്, കാലിക്കറ്റ് ഒയാസിസ് എന്ന് പറഞ്ഞിട്ട്. അത് നല്ലൊരു ഹോട്ടലാണ്. ഇപ്പോൾ അടുത്തിടെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ചായ കുടിക്കാനൊക്കെ അകത്തോട്ട് കയറിപ്പോന്ന്. നമ്മളപ്പോൾ നേരെ അങ്ങ് ലുലുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ചെന്നിട്ട് വേണം അതൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെന്നിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് അവൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്നൊക്കെ. പിന്നെ ഞങ്ങൾ ലുലുവിലെത്തി. ഇഫ്രു മാമായുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഇഫ്രു ആദ്യം ഇവനെ കണ്ടപ്പോൾ പോകില്ലായിരുന്നു. ഇഫ്രു കുറേ നാൾ ഒരാളെ കണ്ടില്ലെങ്കിൽ പിന്നെ ആ ആളെ കാണുമ്പോഴത്തേക്കും ആ ഒരു പരിചയം പോവുമല്ലോ. അപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ട ഇഫ്രു മുഖത്തേക്ക് പോലും നോക്കില്ല. ഇഫ്രു താഴത്തേക്കോ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവൻ ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഇഫ്രു അങ്ങനെയായിരുന്നു. പിന്നെ ആൾ ഓക്കെ, പിന്നെ ഭയങ്കര കമ്പനിയായി. പിന്നെ മാമയുടെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇഫ്രൂനെ ഇവിടെ നടന്നൊക്കെ വരുന്നുണ്ട്. ഇഫ്രൂന് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ്രൂനെ അങ്ങനെ ഇറക്കി വിടണം, ഇഫ്രൂനെ ഇങ്ങനെ നടക്കണം. ഇനി ഇതിൻ്റെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോണം മിഠായിൻ്റെ സെക്ഷൻ എവിടെയാണെന്ന് ഇഫ്രൂന് കറക്റ്റായിട്ട് അറിയാം. അത് പിന്നെ ഫ്രണ്ടിൽ തന്നെയാണല്ലോ, അതുകൊണ്ട് മിഠായി എടുക്കാനായിട്ട് പോയേക്കാണ്. അപ്പോൾ വാപ്പച്ചി അവിടെ നിൽപ്പുണ്ട്. വാപ്പച്ചിയാണെങ്കിലും ഇഫ്രൂൻ്റെ പിന്നെ താളത്തിനൊത്ത് നിൽക്കുന്ന എത്ര മിഠായി എടുത്താലും വാപ്പച്ചി ഒന്നും പറയത്തില്ല. ഞാൻ പറഞ്ഞ ഒരു മിഠായി വല്ലതും മതി, 1-2 വല്ലതും മതി. അത് വാപ്പച്ചി അതെല്ലായിടത്തും കൈ കൊടുക്കും. ഉപ്പൂപ്പ ആണെങ്കിൽ ഇഫ്രൂൻ്റെ താളത്തിനൊത്തിട്ട് ഇങ്ങനെ നടപ്പുണ്ട് കൂടെ. അപ്പോൾ ഞങ്ങളങ്ങനെ അകത്തേക്ക് കയറി. ചുമ്മാ പ്രത്യേകിച്ചൊന്നുമില്ല, ഇഫ്രൂന് എന്തെങ്കിലും മിഠായി മേടിക്കണം, പിന്നെ എന്തെങ്കിലും ജ്യൂസോ. ഇഫ്രൂന് വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. അപ്പം അങ്ങനെ ഇഫ്രൂന് ഇതിലേക്ക് ഇരുത്തിയിട്ടുണ്ട്, ചെറിയ ട്രോളിക്കകത്ത്. അതിലിരുന്നിട്ടാണെങ്കിൽ ഫുൾ അലമ്പ് പുറകിലേക്ക് ആയെന്ന്. അതുകൊണ്ട് വാപ്പച്ചി അതിൽ നിന്ന് എടുത്ത് മാറ്റി. പിന്നെ ഞങ്ങളങ്ങനെ ചെറിയൊരു പർച്ചേസിങ് ഐസ്ക്രീമും ജ്യൂസും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെയാണ് അവൻ കൊണ്ടുവന്ന സാധനങ്ങൾ. അപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയും ഇക്കാൻ്റെ ഉമ്മച്ചിയും കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്നാക്സ് ഒക്കെ ആണെങ്കിലും. അപ്പോൾ ഇത് ഇക്കാൻ്റെ ഉമ്മച്ചി കൊടുത്തിട്ടാണ്. ഉമ്മി കോഴിയുടെയൊക്കെ കൊടുത്തുവിട്ടു. അപ്പോൾ ഈ കോഴിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ആലപ്പുഴയിൽ ഫാറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട്.
അവിടുത്തെ നാങ്കിട്ടായും കോഴിയുടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് അവിടുത്തെ നാങ്കിട്ടായും കോഴിയുടെ ഒക്കെ വേണം. പിന്നെ ഇക്കാടെ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഈ ചുക്കപ്പം വേണം എന്നൊക്കെ. പിന്നെ അല്ലാണ്ട് കപ്പ വറുത്തത്, ചക്ക വറുത്തത് അതൊക്കെ അവൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ എല്ലാവരും കുറേ നാളത്തേക്കുള്ള സ്നാക്സൊക്കെ ഇങ്ങനെ ഇഷ്ടം മാതിരി ഇരിപ്പുണ്ട് സ്റ്റോക്ക് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഓർത്ത് ഇത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കഴിക്കാനായിട്ട് ചുക്കപ്പം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് അരിപ്പൊടി അങ്ങനെ എന്തോ മാവായിട്ട് ഇതാക്കിയില്ലേ നമ്മൾ, എന്നിട്ട് ചെറിയ ഉരുട്ടി കുറേ ടൈം എടുത്തിട്ടായിരിക്കും, എന്തോരം ടൈം എടുത്തിട്ടായിരിക്കും ഉമ്മ ചെയ്തിങ്ങനെ ചെറുതാക്കിയിട്ടുണ്ടാവുക. എന്നിട്ട് പിന്നെ അത് ബീഫാണ് കേട്ടോ, ആ കറുത്ത് കിടക്കുന്ന ബീഫ് ഫ്രൈ ആക്കും. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലൊക്കെ അത് നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇക്ക ഓഫീസിൽ നിന്ന് വന്നു. ഇക്ക വന്ന സമയത്ത് ഞങ്ങൾ തിരിച്ച് നമ്മളുടെ ഫ്ലാറ്റിലേക്ക് പോവാണ്. പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ് അച്ചാർ, ബീഫ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് അവിടുത്തെ ഈ സ്റ്റേഡിയത്തിൽ ഇതുവരെ മാച്ചൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന്, ഫുൾ ലേറ്റാണ്. എനിക്ക് ഈ സ്റ്റേഡിയത്തിൽ ആ ഒരു ദിവസം മാച്ച് വരുന്ന ദിവസം നമ്മളുടെ അവിടെയൊക്കെ ഫുൾ ഏരിയയിലൊക്കെ ഫുൾ, അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ ഫ്ലാറ്റ്, ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ബീഫ് ഇക്കാക്കും ബീഫ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഫ്രൈ ആക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുക, ചെറുതായിട്ട് ഈ ബീഫ് ഒന്ന് ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് എടുക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക. ബീഫ് അടിപൊളിയായിരുന്നു. പിന്നെ 12 മണിക്ക് ഒരാൾ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനൊരു കുഞ്ഞ് കേക്ക് മേടിച്ച് കൊടുത്തു, എന്നിട്ട് ഒരു സ്പൂണും കൊടുത്തു. അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ പിന്നെ പ്രത്യേകിച്ചൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നുമില്ല. ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ഇതിപ്പം നമ്മളെ ഫാമിലി മാത്രമേ 4-5 പേര് ചെറിയ കേക്ക് കട്ട് ചെയ്യണം. വീക്കെൻഡ് എല്ലാവരും ഫ്രീ ആവുള്ളൂ. അപ്പോൾ അന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.